എല്ലാ മാന്യപ്രേക്ഷകർക്കും വരവരുന്ന വഴിയെന്ന ഈ കാർട്ടൂൺ പങ്ക്തിയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം CPM ഒരുപാട് ചർവണം ചെയ്ത് കുറേ ദോഷങ്ങളും ഭരണത്തിൻ്റെ പോരായ്മകളും എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊന്നും ഇനി ആവർത്തിക്കത്തില്ല. എല്ലാത്തിനും ഫലപ്രദമായ പരിഹാരം കണ്ടിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഇവരുടെ തീരുമാനം. പക്ഷേ എല്ലാ ജില്ലാ കമ്മിറ്റികളും കാരണഭൂതനെതിരായിട്ടുള്ള വികാരങ്ങളാണ് പ്രകടിപ്പിച്ചത്. പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് ഇതൊന്നുമില്ല, ഇതെല്ലാം ക്ലീൻ സ്ലേറ്റാണ്. നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ മാർഗരേഖ CPMനെ സർക്കാരിനെ നയിക്കാനായിട്ട് CPM മാർഗരേഖ തയ്യാറാക്കുമെന്നാണ്. ഈ മാർഗരേഖ തയ്യാറാക്കിയ ആ മാർഗരേഖ കൂടെ പോകുന്ന ആളാണോ നമ്മുടെ ഇരട്ടച്ചങ്കൻ? പണ്ടൊരു തമാശ കേട്ടിട്ടുണ്ട്. ഭാര്യയടക്കൽ ഒരാൾ കൂട്ടുകാരനോട് സംസാരിക്കുന്നതാണ്. ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കും, പക്ഷേ വര എവിടെ വരയ്ക്കണമെന്ന് ഭാര്യ തീരുമാനിക്കും എന്ന് പറഞ്ഞാണ് ഈ കാര്യം. അതായത് മാർഗരേഖ തയ്യാറാക്കുമെന്നാണ്. ഈ സർക്കാരിനെ നയിക്കാനുള്ള മാർഗരേഖ CPM തയ്യാറാക്കുമെന്ന്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പുല്ലാണ് ഈ പിണറായി വിജയൻ്റെ മുന്നിൽ വില. പിന്നെ ഈ പാർട്ടി തയ്യാറാക്കുന്ന ഈ ഒരു ചട്ടക്കൂട്ടിനകത്തുള്ളതെന്നുകൊണ്ട് പിണറായി വിജയൻ സഞ്ചരിക്കുമെന്ന് അരിയാഹാരം കഴിക്കുന്നവരാരെങ്കിലും വിചാരിക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഏതായാലും അതാണ് ഇന്നത്തെ ഈ കാർട്ടൂണിൻ്റെ ഇതിവൃത്തം. അതായത് സർക്കാരിനെ നയിക്കാനായിട്ട് CPM മാർഗരേഖ പുറപ്പെടുവിച്ചു. അതായത് സത്യം പറഞ്ഞാൽ പിണറായിയുടെ മാർഗരേഖ അനുസരിച്ച് തന്നെ ഈ ഭരണം മുന്നോട്ട് പോകത്തുള്ളൂ. പാർട്ടി ഏതൊക്കെ മാർഗരേഖ തയ്യാറാക്കിയാലും അതവിടെ കിടക്കും. പിണറായി വിജയനെതിരായിട്ട് നടത്തിയ വിമർശനങ്ങളും പരാതികളും പരിദേവനങ്ങളും ഒക്കെ വലിയ കെട്ടായിട്ട് പുറകെ ചുവന്നുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ എങ്ങോട്ട് പോകണമെന്ന് മാർഗരേഖ വരയ്ക്കുന്നത് നമ്മുടെ ഇരട്ടച്ചങ്കനായിരിക്കും. അതാണ് ഈ മാർഗരേഖയുടെ ഒരു പ്രത്യേകത. ഇവർ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് ഓരോ ജില്ലാ ഘടകങ്ങളും സംസ്ഥാന ഘടകങ്ങളും മേഖലാതലത്തിലും ഒക്കെ വൃഥാ ചർച്ച ചെയ്ത് സമയം കളയുമായിരുന്നു. എന്തിനാ ഈ ചർച്ച ചെയ്തതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. വെറുതെ ചർച്ച ചെയ്ത് ചായയും കുടിച്ച് പരിപ്പോടെ നിന്ന് പിരിയുന്നതല്ലാതെ ഇതൊന്നും കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. കമിഴ്ത്തി വെച്ച് കുളത്തിനകത്ത് വെള്ളം ഒഴിക്കുന്ന പറഞ്ഞാണ് ഇതെല്ലാം. പിണറായി ഒരു ചെവി കൂടെ കിട്ടും, മറ്റേ ചെവി കൂടെ പുറത്ത് കളയും. അപ്പോൾ അതാണ് ഈ കാർട്ടൂണിൻ്റെ ഇതിവൃത്തം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇതിൻ്റെ ഈ വരവരുന്ന വഴിയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം.